ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സാധാ ഗിഫ്റ്റ് അല്ല കേട്ടോ, ലെഗോ ബ്രിക്ക് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബ്രാൻഡാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്തിപ്പോ മെയിനായിട്ട് കാണിച്ചിരിക്കുന്ന ഫ്രണ്ട് പേജിൽ 278 പീസസ് ഉണ്ട്. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇതാ പുറകില് ആ 23 വണ്ടിയിൽ ഇതുണ്ട്. ഇവിടെ ഒരു 20 വണ്ടിയിൽ പടം കാണിച്ചിട്ട് നമുക്ക് ഞങ്ങളത് അൺബോക്സ് ചെയ്തു. ഇതാണ് അതിനകത്തൊരു മാനുവൽ ബുക്ക് വന്നിട്ട്, അതാണ് ഈ സാധനം. ഡിങ്ക ഡിങ്ക ഇതിനകത്ത് ഈ മാനുവൽ ബുക്കിലാണ് കാണിക്കുന്നത് 3 വണ്ടി, 23 3 ഇതാ ഈ ഒരു വണ്ടി, ഈ ഒരു വണ്ടി. അതെന്ന് വെച്ചാൽ ബോക്സിൽ ആദ്യം ആ ഫ്രണ്ട് പേജിലുള്ള 3 വണ്ടി. പിന്നെ ഇതിനകത്ത് ഇത് സ്കാൻ ചെയ്താൽ മതി. നമുക്ക് ഈ 20 വണ്ടി ബാക്കി ഉണ്ടാക്കാനുള്ള ഇത് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ മാനുവൽ മൊബൈലിൽ തന്നെ കിട്ടും. അതാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓ, ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഇതാണ് ഞാൻ ആ പെട്ടിയിലോട്ട് മാറ്റിയത്. 4 പാക്കറ്റിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഉണ്ടാക്കി നോക്കാം. ഇതാ ക്വാളിറ്റി ഉള്ള ബ്രിക്സ് ആണ്. നോക്കിക്കേ എന്ത് ക്വാളിറ്റിയാണ്. ഓക്കെ, എന്റെ ടയറൊക്കെ നോക്ക്. ഈ ടയർ 2 പീസായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പീസൊക്കെ വരുന്നുണ്ടല്ലോ. ചെറിയൊരു പീസാണോ എന്നെ അവിടെ. ഈ പീസ് ഇതൊക്കെ ടയർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പീസൊക്കെ തന്നിട്ടുണ്ട്. നോക്ക്, ഇതാണ് ടയർ ഫിറ്റ് ചെയ്യാനുള്ള പീസ്. ഇതുണ്ടോ? ഇങ്ങനെ ടയർ ഫിറ്റ് ചെയ്താൽ സുഖം ഊരിപ്പോ. പെട്ടെന്നൊന്നും ഊരൂല. കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ചെയ്താൽ പെട്ടെന്നൊന്നും ഊരിപ്പോകുന്നില്ല. വലിയ പീസൊക്കെ നല്ല കത്തി ഇതിടുക, ക്വാളിറ്റി ആണ്. അപ്പൊ എന്തായാലും വണ്ടി ഉണ്ടാക്കാം. കറ്റാക്കിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നൊരു ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പൊ നോക്കാം. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു 3 പീസ് വേണമെന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട്. 3 പീസ് ഇങ്ങനെ നിരത്തി വെക്കണം. ഇതുപോലെ അങ്ങനെ നിരത്തി വെച്ചിട്ട് റെഡ് പീസ് ഇങ്ങനത്തെ കുറച്ച് ചെറിയ 2 റെഡ് പീസ് വെച്ചിട്ട് ഇത് 2 ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഫസ്റ്റ്. അതിനുശേഷം അടുത്തത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഫിറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെയാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് കാണിച്ചു തരുന്നവർ ചെയ്യുന്നത്. ഈ ചൂത് കുടഞ്ഞിടാം, അങ്ങനെ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇത് കുടഞ്ഞിടാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ചു ഇങ്ങനത്തെ ഫീസ് ഒന്നും കൂടെ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ സൂക്കായിട്ട് കണ്ടുപിടിച്ചോ. താങ്ക് യു. പീസ് മേലത്തോട്ടിടുന്നു. എടുത്തിട്ട് വാടാ. എപ്പല്ലോ നിലത്തിട്ടിട്ട് സഹായിക്കൊക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോ നിലത്തിടും. അവിടെ എനിക്ക് ഇവരുടെ ഒരു മഞ്ഞ പീസ് ഓറഞ്ച് പീസ് കണ്ടുപിടിച്ചെന്ന്. ടി വി എസിന് ഞാൻ 2 ലഘു ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം നീളം തവണയാണ്. പക്ഷെ ഇത്രയും വണ്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. ചെയ്യാൻ വേണ്ടി പോകും. ഇത് സർപ്രൈസ് ഗിഫ്റ്റ് അല്ല, ഏറ്റവും ക്രീപ്പാ. ഓക്കെ, ഏകദേശം ഞാൻ ഇത്ര ഉണ്ടാക്കി തീർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റി പുറകിലത്തെ ഹെഡ്
ലൈറ്റൊക്കെ ബ്രേക്ക് ലൈറ്റ് ഉണ്ട് മെയിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്തു വരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പോയി. ഇതുവരെ ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങളൊന്നുള്ളൂ. ഇതൊക്കെ ആ സ്പ്രിങ്ങൊക്കെ ഒരു എന്ത് ഡീറ്റെയിലിങ് കറക്റ്റ് ആൻഡ് ഇന്ത്യ ഒക്കെ കണ്ടോ അങ്ങനെ ഡീറ്റെയിൽ വായിക്കള തീയത്തെ ഔത്തോണ്ടി തലക്ക് ശല്യത്തി പോശി വെപ്പ ചെയ്ത് കേൾക്കുന്ന പണിയതി കണ്ടുപിടിക്കാതോ ഇല്ല. ഒരു പീസ് ഉണ്ട് ഒരു പീസ് ആകുമ്പോഴോ ബ്ലാക്ക് അറിയാം കൂടെ കകണ്ടേ ഞാനും കൂടെ നോക്കാം ഇലക്കിച്ചാണ് ഞാനോ ആ മിത്തി പാഴാസൊന്നും അറിയാം എത്തി അരിക്കന്നെ കിട്ടി. ഏകദേശം തീരാതായി 4 അല്ലേ ക്വാളിറ്റി എല്ലാം എനിക്ക് കുറിച്ച് മാറുവാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു വെൽ ക്വാളിറ്റി എങ്കിൽ വെൽ ക്വാളിറ്റി എങ്ങനെ ചെയ്തു അഭ്യാസത്തിന്റെ ആളായി സർക്കസിലൊന്നുത്താലോ നമ്മ ഇടയ്ക്കുക ഗിലീറ്റിലെല്ലാം ക്വായിക്കൂറുകളെ എത്രയാണ് അമ്മേനെ വിളിക്കേ അച്ഛനെ വിളിക്കേ അച്ഛനെ വിളിക്കും അതാ സ്റ്റൂൾ ഉണ്ട് ഇപ്പോഴാണ്
Pani, pani, pipi. Ada pergi. Nada. Malah market കിട്ടുമില്ല. ആവൂ ഈ വിദ്യ തന്നെ പഠിച്ച്. എന്നാലും കുറെ പീസൊക്കെ കിട്ടി. നേരത്തെയൊക്കെ കുറെ പീസൊക്കെ ഇത് വെച്ചിട്ട് കിട്ടിയോ? വയ്യ. ഇപ്പോൾ എത്തുമ്പോൾ കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ മാറ്റമൊന്നും വന്ന ഫോണിൽ. Lawa bata. Robot. Sasa Nina chiki chiki today. Yes, I am dish. Oh, keep the chiki. Amba papi amba mamduka kogi. Kondiga iya. Ifi kichi son sisi. Ini api. ഇതാണ് നമ്മുടെ ഇതുവരെ ആയിട്ടുള്ള പ്രോഗ്രസ്. കണ്ടല്ലോ എല്ലാവരും. ഇതുവരെ ആയിട്ടുള്ള പ്രോഗ്രസ് ഇത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് രസമുണ്ട് കാണാൻ. നിങ്ങൾ കണ്ടോ? ഹലോ ഗൈസ്, ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തി വെച്ചത് ഇത്ര പാകത്തിലാണ്. അപ്പോ ബാക്കി ഉണ്ടാക്കാം. ഗൈസ് ഇത്രയായി. ഇവിടെ മിററൊക്കെ വന്നിട്ടുണ്ട്. ഡോറ് വന്നിട്ടുണ്ട്. ഡോറാണെങ്കിൽ നമുക്ക് തുറക്കാക്കാം. കൂടെ നിൽക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ സാധനം ബമ്പറും ഹെഡ്ലൈറ്റ് സാധനമൊക്കെ വണ്ടി കാണാൻ നല്ല നിൽക്കുന്നുണ്ട്. നല്ല സൗണ്ട് കേട്ടോ കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് പറയണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാ ടോയ്സ് പോലെ തന്നെ ടയർ കറങ്ങും.
പിന്നെ ഡോറ് തുറക്കാം. പിന്നെ വേനലൊക്കെ മറ്റേ എഞ്ചിൻ്റെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് കുറച്ചൊന്ന് തുറക്കാം, അടയ്ക്കാം. അതിന് പുറകെ നമുക്ക് ലഗേജ് മറ്റേ ഇങ്ങനെ നമ്മുടെ വണ്ടി ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടിയുടെ പുറകിൽ നമ്മളെ ജീപ്പൊക്കെ പോലത്തെ കുറേ നുള്ള ഭാഗമുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മേൾ ഭാഗം, അത് പൊട്ടിച്ചോ നമുക്ക് വേണമെങ്കിൽ ഭാഗം ഇൻറ്റീരിയറും കാണാം. ഇൻറ്റീരിയർ ഒന്ന് നോക്കിക്കേ, സീറ്റും AC-ൻ്റെ ഭാഗമൊക്കെ വരും. ഇവിടെ വേണേൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും വെക്കാം, ബാക്കിയുള്ള റിമൈനിങ് പീസസ് വെച്ചിട്ട്. അപ്പോൾ വണ്ടി സീനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടുത്തെ സ്പ്രിങ് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലേ സ്പ്രിങ്, നമ്മളെ സസ്പെൻഷൻ, അതൊക്കെ അത്രയും ഡീറ്റെയിലിംഗ് ആണ്. നല്ല രസമുണ്ടാണ് ആ വണ്ടി. ഒരു ഹമ്മറാണ് ഈ വണ്ടി. അതായത് നമുക്ക് ഈ സാധനം എക്സ്ട്രാ വന്നേക്കുന്ന ഈ സാധനങ്ങൾ, ഹെഡ്ലൈറ്റ്, ഇതെല്ലാം ഈ ഭാഗങ്ങളൊക്കെ ഊരെടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ഒരു സാധാ ഒരു ഹമ്മർ ജീപ്പാവും. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഓഫ് റോഡ് മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ കുറച്ച് ഈ എഡ്യൂക്കേഷൻ സാധനങ്ങൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇത് തീരാറായിരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാ ഇത് ലഗേജ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടി പോകുന്നു. 2 വരുന്നുണ്ട് ഈ സ്ഥലത്ത്. സീനാണ്, രസല്ലേ? ഇപ്പോൾ വണ്ടി കുറച്ചും കൂടെ മോഡിഫൈ ആയി. അതായത് കുറച്ചും കൂടെ പുറകിലോട്ട് എടുത്ത് വെക്കാം, ഇവിടെ വെക്കാം. നല്ല രസമുള്ള വണ്ടിയാണ് കേട്ടോ എന്തായാലും. ഞാനിപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഫിറ്റ് ചെയ്യേണ്ട നമ്മളെ ലാഡർ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ബാക്കി വന്ന പീസായി. ലാഡർ നമ്മൾ പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു നമ്മുടെ ഒരു പീസ് എന്താ അടുത്തെന്ന് വെച്ചാൽ നമ്മള് ഡിഫൻഡറിലൊക്കെ ഉണ്ടാവില്ലേ വേറെ ടൈപ്പ് ലഗേജ് ഓർഡർ, അതാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കിയത്. ഡിഫൻഡറിലൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത് അതാണ് സീനായിട്ടുള്ള വണ്ടി. ഇത് മൂന്നും നമ്മൾ മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും വണ്ടി ലുക്ക് വേറെ ലെവലായി. നോക്കിക്കേ ഡീറ്റെയിലിങ്, നമുക്ക് മിററിനാണൊക്കെ കണ്ടോ, ഹെഡ്ലൈറ്റ് ഒക്കെ നോക്ക് ലൈറ്റ് ഒക്കെ നോക്കി, എന്ത് ഡീറ്റെയിലിങ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലം പൊളിയാണ്. ഇനി ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതാണ്. ഇന്റീരിയർ ഒക്കെ രസമല്ലേ, ഞാൻ ബ്ലൂ കളർ ഇന്റീരിയർ. പിന്നെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉള്ള ലെഗോയിലൊന്നും ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല, ആകെ ടയർ ഇറങ്ങും. പിന്നെ നമ്മൾ ഈ ചില്ലിൻ്റെ പീസ് എടുത്ത് കളഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം. ഇതിപ്പോൾ 2 ഡോർ തുറക്കാൻ നമുക്ക് ഇന്റീരിയർ കാണാം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. ഇതാ 23 വണ്ടിക്ക് ഒന്നായിട്ടുള്ളൂ. അപ്പം നാളെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഒരു വണ്ടി ഉണ്ടാക്കും. എനിക്ക് QR കോഡ് സ്കാൻ ചെയ്യുന്നതിലാണ് കൂടുതൽ അടിപൊളി വണ്ടികളുള്ളത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. അടുത്ത വീഡിയോ കാണുമെന്ന് വിചാരിച്ച് ബൈ.